പാലക്കാട് ഒലവക്കോട് താണോവിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. ലോട്ടറി കട നടത്തുന്ന ഒലവക്കോട് സ്വദേശി ബർഷീനയ്ക്കാണ് പൊള്ളലേറ്റത്. ബർഷീനയുടെ മുൻ ഭർത്താവ് തമിഴ്നാട് സ്വദേശി കാജ ഹുസൈനാണ് ആക്രമണം നടത്തിയത്. ലോട്ടറി കട തുറന്ന് ലോട്ടറിയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ചങ്ങാതി വന്നുകൊണ്ട് ആസിഡ് ഒരു കുപ്പിയിൽ വെള്ളം തെളിക്കാണ്. തെളിച്ച വഴിക്ക് ഞങ്ങൾ കണ്ട് ഒരു പുകച്ചിൽ കണ്ടു. അപ്പം തന്നെ ഞങ്ങൾ ഓടി വന്നു. ഇവൻ അങ്ങോട്ട് ഓടി അവനെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി പോലീസിനെ വിളിച്ചു. പിന്നെയാണ് അറിയുന്നത് അയാൾ ആ സ്ത്രീൻ്റെ ഭർത്താവാണ് അദ്ദേഹം. ഇവിടെ മൊത്തത്തിലൊരു പുകച്ചൽ കാണുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ആ പെൺകുട്ടിയുടെ മേലേക്ക് ആസിഡ് ഒഴിച്ചിരിക്കുകയാണ്. അപ്പോൾ മുഖവും മുതുകും ഇതൊക്കെ മൊത്തത്തിൽ പൊള്ളിയിട്ട് ഇപ്പോൾ ഞാൻ അവരുടെ ഫസ്റ്റ് ഗ്രേഡ് എന്ന രീതിയിൽ ഇപ്പോൾ ജില്ലാ ഹോസ്പിറ്റലൊക്കെ കൊണ്ടിട്ട് എനിക്ക് 2 കുട്ടികളുണ്ട്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. നിഖിൽ, ഈ ഒലവക്കോട്ടെ ഈ ലോട്ടറി വിൽപ്പന നടത്തിയുന്ന ബർഷീനയ്ക്ക് പൊള്ളലേറ്റത് സ്വന്തം ഭർത്താവിൻ്റെ ആക്രമണത്തിലാണ് എന്ന് പറയുന്നു. എന്താണ് അതിന്റെ വിവരങ്ങൾ? പോലീസ് എന്താണ് പറയുന്നത്? ഗോപികൃഷ്ണൻ, അത് സ്ഥിരീകരിക്കാവുന്ന വിവരം തന്നെയാണ്. അവരുടെ മുൻ ഭർത്താവ് കാജ ഹുസൈനാണ്, തമിഴ്നാട് സ്വദേശിയാണ് ഇദ്ദേഹം. ഈ കാജ ഹുസൈനാണ് ബർഷീനയെ ആക്രമിച്ചത്. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവർ അകന്ന് കഴിയുകയായിരുന്നു. നേരത്തെ ഈ ലോട്ടറി കടയിൽ ഈ ബർഷീനയുടെ ഭർത്താവ് കാജ ഹുസൈൻ വന്നിരിക്കാറുണ്ട്. ഇവർ ഒരുമിച്ചാണ് കട നടത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവർ അകന്നു കഴിയുകയാണ്. ഇരുവരും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതേ തുടർന്ന് വീണ്ടും തനിക്കൊപ്പം വരണമെന്ന് ആവശ്യപ്പെട്ട് നിരന്തരം കാജ ഹുസൈൻ ഇവരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്, പ്രയാസപ്പെടുത്താറുണ്ട്. ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെ ഏതാണ്ട് 7 മണിയോടുകൂടി ഇവരുടെ കടയ്ക്ക് മുന്നിലെത്തുകയും ചില സംസാരങ്ങൾക്ക് ശേഷം കയ്യിലുണ്ടായിരുന്ന കുപ്പിയിൽ നിന്ന് ഈ ആസിഡ് എടുത്ത് ഇവരുടെ മുഖത്തേക്ക് ഒഴിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആദ്യം സമീപത്തുള്ള കടയുടമകൾക്കൊന്നും തന്നെ ഇക്കാര്യം മനസ്സിലായില്ല. പിന്നീട് ഇവർ നിലത്ത് കിടന്ന് പിടയുന്നത് കണ്ടപ്പോഴാണ് അവരെല്ലാം തന്നെ ഓടിയെത്തുകയും ഈ പ്രതിയായിട്ടുള്ള കാജ ഹുസൈനെ പിടികൂടുകയും പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതേസമയം ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പൊള്ളലേറ്റ ഈ യുവതി ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പ്രതി കാജ ഹുസൈൻ ഇപ്പോൾ പോലീസിന്റെ പിടിയിലുമാണ്. തനിക്കൊപ്പം വരാൻ വിമുഖത കാണിച്ചതിലെ വൈരാഗ്യമാണ് അവർക്ക് നേരെ ആസിഡ് ഒഴിക്കാൻ പ്രേരകമായത് എന്നുള്ളതാണ് ഈ കാജ ഹുസൈൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. എന്തായാലും പോലീസ് ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിച്ചു പോരുകയാണ്. ഗോപികൃഷ്ണൻ. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.